ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹായ് എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2025 ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിലെ അസൈൻമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന അസൈൻമെൻറ്റുകൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിലെ അസൈൻമെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എത്ര അസൈൻമെൻറ്റുകളാണ് നിങ്ങൾക്ക് വരുന്നത്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എത്രയാണ് ഫൈൻ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അസൈൻമെൻറ്റുകൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ്. നോർമലി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന 2 സെറ്റ് ഓഫ് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 മാർഗങ്ങളാണുള്ളത്. അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അസൈൻമെന്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് PDF ഫോർമാറ്റിൽ അതൊന്ന് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ കോഴ്സ് ആ കോഴ്സിന്റെ നെയിമും പിന്നെ അസൈൻമെന്റ് ഏത് സെറ്റ് ആണെന്നുള്ളത്, അതായത് നമുക്കറിയാം 2 സെറ്റ് ഓഫ് അസൈൻമെന്റ് ആണുള്ളത്, സെറ്റ് 1, സെറ്റ് 2 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന അസൈൻമെന്റ് ഏത് സെറ്റ് ആണെന്നുള്ളതും കൂടെ ആ ഒരു ഫയലിന്റെ നെയിമിന്റെ കൂടെ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്റ്റുഡൻസ് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യ പേജായിട്ട് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഫേസിംഗ് ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു ഫേസിംഗ് ഷീറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ LSCകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്നോ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന PDF-ന്റെ സൈസ് എന്ന് പറയുന്നത് 10 MB ആയിരിക്കണം. അതിൽ കൂടാൻ പാടില്ല. 10 MB എന്ന് പറയുമ്പോൾ മിനിമം നിങ്ങളുടെ അസൈൻമെന്റിൽ ഒരു 10 പേജെങ്കിലും ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും 10 MB-യിൽ കൂടുതലുള്ള ഒരു അസൈൻമെന്റ് നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി erp.sgou.ac.in എന്നുള്ള സ്റ്റുഡൻറ് പോർട്ടലിൽ കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മോഡ് ഓഫ് സബ്മിഷൻ എന്നുള്ള അവിടെ ഓൺലൈൻ മോഡ് എന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫയൽ സബ്മിറ്റ് ചെയ്യുക. അവസാനമായിട്ടൊരു ഫൈനൽ സബ്മിഷനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി കുട്ടികൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ കോഴ്സുകൾ മാറി അപ്ലോഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതോ ഇനി എന്തെങ്കിലും കാരണവശാൽ അസൈൻമെന്റ് സബ്മിറ്റ് ആവാത്തതോ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു കോഴ്സിന്റെ മൂല്യനിർണ്ണയം നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോഴ്സിന്റെ നേരെ കാണിക്കുന്ന അസൈൻമെന്റ് 1, അസൈൻമെന്റ് 2, അസൈൻമെന്റ് സെറ്റ് 1, അസൈൻമെന്റ് സെറ്റ് 2 എന്നുള്ള അവിടെ വ്യത്യസ്ത ഫയലുകളായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ 2 അസൈൻമെന്റുകളും സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് സെറ്റ് 1ഉം സെറ്റ് 2ഉം ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ കണ്ടന്റും വ്യത്യസ്ത ഫേസിംഗ് ഷീറ്റുമായിട്ടുള്ള അസൈൻമെന്റുകളാണ് കുട്ടികൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അത് മാൽ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്ലോസ് 18 പ്രകാരം ആ കുട്ടികളുടെ അസൈൻമെന്റ് അസാധുവാക്കുകയും കൂടെ പ്രോസസ്സിംഗ് ഫീ ആയിട്ടുള്ള 2500 രൂപ കുട്ടികൾ അടയ്ക്കുകയും ചെയ്യേണ്ടി വരും.
കൂടാതെ സർവകലാശാല നിയമപ്രകാരമുള്ള മറ്റ് നടപടികളും യൂണിവേഴ്സിറ്റി എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനർത്ഥം കുട്ടികൾ അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ള കുട്ടികൾ എഴുതിയിരിക്കുന്ന അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിലെ കണ്ടന്റുകൾ എഴുതരുത്. സ്വന്തമായിട്ട് കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റുകൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ആ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് അസാധുവാക്കി കളയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓൺലൈൻ ത്രൂ കുട്ടികൾ അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു അസൈൻമെന്റിന്റെ സബ്മിഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഫൈനോട് കൂടിയിട്ടാണ് സ്റ്റുഡൻസ് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു അസൈൻമെന്റും erp.stou.ac.in എന്നുള്ള പോർട്ടലിൽ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും ഓൺലൈൻ ത്രൂ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനോട് കൂടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈൻ അടയ്ക്കാനുള്ള ഒരു വിൻഡോ കൂടെ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. സോ ആ വിൻഡോ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈൻ അടച്ചിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫൈൻ അടച്ചതിന്റെ പേയ്മെന്റ് റെസിപ്റ്റ് മാത്രമേ യൂണിവേഴ്സിറ്റി സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പേയ്മെന്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിലെ ഡാഷ് ബോർഡിലെ പേയ്മെന്റ് ടാബിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ്. ഓൺലൈൻ ആയിട്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സാങ്കേതികമായിട്ടോ പ്രായോഗികമായിട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിലാണ് യൂണിവേഴ്സിറ്റി ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ LSCകളിലാണ് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് LSCകളിൽ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിലെ എല്ലാ കോഴ്സുകളുടെയും നേരെ അസൈൻമെന്റിന്റെ മോഡ് ഓഫ് സബ്മിഷൻ എന്നുള്ളത് ഓഫ്ലൈൻ മോഡ് എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങളുടെ അസൈൻമെന്റുകൾ നിങ്ങളുടെ LSCകളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റുകൾ മൂല്യനിർണ്ണയത്തിന് സ്വീകരിക്കുന്നതായിരിക്കില്ല. മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് ഓഫ്ലൈൻ മോഡ് തിരഞ്ഞെടുക്കാത്ത സ്റ്റുഡൻസിന് അവരുടെ LSCകളുടെ അവരുടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റുകൾ വാല്യുവേഷന് ഉപയോഗിക്കാനും പറ്റില്ല. എല്ലാ കോഴ്സുകളുടെയും അസൈൻമെന്റ് സമർപ്പിക്കുന്ന മോഡ് ഓഫ് സബ്മിഷൻ ഓഫ്ലൈൻ മോഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റുഡൻസ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പ്രിന്റ് ഔട്ടും കൂടെ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ LSCകളിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ മോഡ് ഓഫ് സബ്മിഷൻ ഓഫ്ലൈൻ തിരഞ്ഞെടുത്തോ എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ് ഈ ഒരു പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അവരുടെ സർക്കുലർ മുഖാന്തിരം പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ ഓഫ്ലൈൻ എന്ന് ചൂസ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ അസൈൻമെന്റ് ആ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങളുടെ LSCകളിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഫ്ലൈൻ ത്രൂ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഓൺലൈനായിട്ടും സബ്മിറ്റ് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അസൈൻമെന്റുകളുടെ റിസൾട്ടുകൾ സ്റ്റുഡന്റ് പോർട്ടലിലെ ഡാഷ് ബോർഡിൽ യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന ഒരു ഡേറ്റിൽ വരുന്നതായിരിക്കും. ഇനി അസൈൻമെന്റിന്റെ മാർക്കുകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പീൽ അയക്കാവുന്നതാണ്. ഇനി അപ്പീൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൺലൈനായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് മാത്രമേ അവരുടെ അപ്പീലുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അപ്പീൽ നൽകാൻ സംബന്ധിച്ച സർക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലുടനീളം നമ്മൾ സംസാരിച്ചത് എങ്ങനെയൊക്കെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വന്ന മറ്റൊരു ഡൗട്ടും കൂടെ ആയിരുന്നു ഈ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ LSCകളിലോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഇനി നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.